മക്കളെ, ഞാനിന്നൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ എന്തെന്നറിയാവോ, ആദ്യമേ അതിൻ്റെ എല്ലാം കൂടിയിട്ട് വേവിച്ചു. പരിപ്പ്, സാമ്പാർ കഷ്ണങ്ങൾ, ഉള്ള സാമ്പാർ കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് വേവിച്ച് കുക്കറിൽ വേവിച്ചിട്ട് വച്ചിരിക്കുകയാണ്. ഞാൻ കടുക് വറുക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്പം കടുകിട്ടു. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കറിവേപ്പില ഇട്ടു. അതിൽ തീ കുറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇച്ചിരി മല്ലിപ്പൊടി, തീ കുറച്ച് വെച്ചിട്ടാണ്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി കുറച്ച് ഇട്ടുള്ളൂ. പിന്നെ ഇച്ചിരി സാമ്പാർ പൊടി ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് കടുക് വറുത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാവൂ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ വേവിച്ചിരുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ, പരിപ്പ്, സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം കൂടെ തട്ടിയിട്ട് എന്ത് ചെയ്തു, നന്നായിട്ട് ഇതങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. സാമ്പാറിൻ്റെ പൊടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാത്തിനും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്ത് ഈ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് നന്നായി തിളയ്ക്കണം. ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇച്ചിരി പുളി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് എന്ത് ചെയ്ത് നമ്മൾ സമയം കൊടുക്കും. നല്ല തിളയ്ക്കണം. ഉപ്പ് കുറവാണേ, ഇച്ചിരി കൂടിയിട്ട് കൊടുക്കാം. ചുമയാണേ, ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. ഞാനിങ്ങനെയൊക്കെയാണ് പാചകം ചെയ്യുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇഡ്ഡലി സാമ്പാറും. മല്ലിയില ഞങ്ങൾ വെച്ചിരുന്നു. മല്ലിയില എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. മല്ലിയില ആവശ്യത്തിന് നമുക്ക് മല്ലിയില ഇട്ടെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മല്ലിയില ഇട്ടു, ഉപ്പിട്ടു, എല്ലാം പാകത്തിന് ആയി. അങ്ങനത്തെ നമ്മുടെ സാമ്പാർ റെഡി. ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും വെക്കാം. ആദ്യം പരിപ്പും എല്ലാം കൂടെ നമ്മൾ വേവിച്ചാൽ മതി. പരിപ്പിൻ്റെ സാമ്പാർ കഷ്ണം എല്ലാം കൂടെ കുക്കറിൽ വേവിച്ച് വേണ്ട, നല്ല കട്ടയായിട്ടിരുമ്പോണ്ട് അധികം ഞാൻ എന്ത് ചെയ്യത്തില്ല, ഉടച്ചില്ല. ഇതിനെയൊക്കെ ഉടച്ചില്ല. നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഉടച്ചാൽ കുറച്ചുകൂടെ കട്ടിയായിരിക്കും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സാമ്പാർ റെഡി. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലി സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.